നമസ്കാരം. റിപ്പോർട്ടർ ചാനൽ നിരോധിക്കേണ്ട സമയമായിരിക്കുന്നു. കാരണം അത്രത്തോളം വിഷമാണ് സമൂഹത്തിലേക്ക് അത് ഇറക്കിവിടുന്നത്. മാത്രമല്ല അത്രത്തോളം നുണപ്രചരണം നടത്തുകയാണ്. ഇപ്പോൾ ഇതാ നോക്കൂ, പുതിയ ഒരു നുണപ്രചരണവും ഒരു കള്ള വാർത്തയുമായി റിപ്പോർട്ടർ ചാനൽ വന്നിരിക്കുകയാണ്. പോഷൺ അഭിയാൻ പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ 26 കോടി രൂപയോളം കൊടുക്കാനുണ്ട് സംസ്ഥാനത്തിന് എന്നാണ് പറയുന്നത്. എന്താണ് അതിലെ വാസ്തവം എന്നൊന്ന് നോക്കാം. ആദ്യം റിപ്പോർട്ടർ ചാനലിന്റെ ഈ ന്യൂസ് ഒന്ന് കാണൂ. അവരുടെ ഈ നുണപ്രചരണം, ഈ വിഷപ്രചരണം, ഈ വിഷം കലക്കൽ കേന്ദ്ര സർക്കാർ നൽകാനുള്ളത് കോടികളുടെ കുടിശ്ശികയാണ്. പോഷൺ അഭിയാൻ പദ്ധതിയിൽ മാസങ്ങളോളം ഇൻസെന്റീവ് മുടങ്ങി. പദ്ധതി പ്രകാരം 26 കോടി രൂപയാണ് സംസ്ഥാനത്തിന് ആകെ ലഭിക്കാനുള്ളത്. ഏറ്റവും കൂടുതൽ കുടിശ്ശിക കാസർഗോഡ് ജില്ലയിലാണ്. കുടിശ്ശിക കണക്ക് തെളിയിക്കുന്ന വിവരാവകാശ രേഖ റിപ്പോർട്ടിന് ലഭിച്ചു. അരുൺ പൂപ്പറമ്പയുണ്ട് ഇപ്പോൾ സ്ഥലത്ത്. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, കോടിക്കണക്കിന് രൂപയാണ്. അംഗൻവാടിയുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റുകയാണോ? അരുൺകുമാർ, തീർച്ചയായും സംസ്ഥാനത്തെ അംഗൻവാടി ജീവനക്കാർക്ക് നൽകാനുള്ള ഇൻസെന്റീവ്, അതായത് കേന്ദ്ര സർക്കാരിന്റെ പോഷൺ അഭിയാൻ പദ്ധതിയിലൂടെ നൽകാനുള്ള ഇൻസെന്റീവാണ്. അതായത് അവർ ചെയ്യുന്ന അംഗൻവാടിയിൽ ചെയ്യുന്ന ജോലിക്ക് പുറമെ അവർ ഈ പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി കുട്ടികളുടെ വളർച്ചാ നിരീക്ഷണം, അതോടൊപ്പം തന്നെ ഗർഭിണികളുടെ പരിപാലനം, മുലയൂട്ടുന്ന അമ്മമാരുടെ നിരീക്ഷണം, അത്തരത്തിലുള്ള പരിചരണമൊക്കെ ഈ ജോലിക്ക് പുറമെ ഫീൽഡ് വർക്കായി നടത്തുന്നുണ്ട്. അതാണ് ഈ പോഷൺ അഭിയാൻ പദ്ധതി. അതിൽ 250 രൂപയാണ് പ്രതിദിനമായി നൽകുന്നത്. ആ ഇൻസെന്റീവ് മാസങ്ങളോളമായി മുടങ്ങിക്കിടക്കുകയാണ്. അതായത് സംസ്ഥാനത്താകെ 26 കോടി രൂപയാണ് നൽകാനുള്ളത്. അത് ഏറ്റവും കൂടുതൽ ഈ ജീവനക്കാർക്ക് കിട്ടാനുള്ളത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിൽ മാത്രം അങ്കണവാടി ടീച്ചർമാർക്കും അതോടൊപ്പം തന്നെ ഹെൽപ്പർമാർക്കൊക്കെ 4 കോടിയോളം രൂപ ലഭിക്കാനുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ഒരു അംഗൻവാടിയിലാണ്. അവിടെ നമ്മൾ ജീവനക്കാർ, ടീച്ചർ ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. ടീച്ചർ, ഇത് മാസങ്ങളോളമായി ഇൻസെന്റീവ് മുടങ്ങിക്കിടക്കുകയാണോ? എത്രത്തോളം നിങ്ങൾക്ക് കിട്ടാൻ? 60 മാസമായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങൾക്ക് ആകെ 84 മാസമായി ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. പോഷൺ അഭിയാനുമായി ബന്ധപ്പെട്ട പോഷൺ ട്രാക്കർ പദ്ധതി. അതിൽ 24 മാസത്തെ മാത്രമാണ് ഞങ്ങൾ കിട്ടിയിരിക്കുന്നത്. കൂടുതൽ കാസർഗോഡ് ജില്ലയിലെന്ന് അറിയുമ്പോൾ ഞങ്ങളുടെ ഓഫീസേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണോ എന്നുള്ളത് ഞങ്ങൾക്ക് അവിടുന്ന് ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ഗവൺമെന്റ് ഓർഡർ, ജിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. യാഥാർത്ഥ്യം എന്താണെന്ന് പറയുന്ന സ്ഥിതിക്ക് ഓരോ മാസത്തെയും യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കേരളത്തിൽ നിന്ന് ഇല്ലെങ്കിൽ ഇവിടെ സംസ്ഥാന സർക്കാരിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അങ്ങ് സബ്മിറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് തുകകൾ ആ മൊത്തം തുകയായിട്ടാണ് അനുവദിക്കാറ്. അത് കൃത്യമായിട്ട് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനനുസരിച്ച് കേന്ദ്രം കൊടുക്കുന്നുണ്ട്. വസ്തുത ഇതായിരിക്കെ തന്നെ നോക്കൂ, കേന്ദ്ര സർക്കാരിനെ അവഹേളിക്കുവാൻ, അവമതിപ്പുണ്ടാക്കുവാനും ജനങ്ങളിൽ അതിനോടുള്ള വിദ്വേഷം സൃഷ്ടിക്കുവാനും വേണ്ടി ബോധപൂർവം കള്ളപ്രചരണങ്ങൾ നടത്തുകയാണ്. ആരാണ് ഈ പൂച്ചക്കാരും മണികെട്ടും ഇതുപോലെയുള്ള മാമ വേശ്യകൾക്കുള്ള മറുപടി ആര് നൽകും? ആരാണ് ഇതിന് ഈ പൂച്ചക്കാരും മണികെട്ടും എന്നുള്ളതാണ് ചോദ്യം. ഇതിനൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ടീം ഇവരെ പൊളിച്ചെടുക്കുന്നതിന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നോക്കൂ, ഞാൻ ആ ജിയോയുടെ വായിക്കാം. അത് വനിതാ ശിശു വികസന ഡയറക്ടറുടെ നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാണ് അത് തുടങ്ങുന്നത്. ഹാജർ വി വിഘ്നേശ്വരി IAS വനിതാ ശിശു വികസന വകുപ്പ്. അതിൽ പറയുന്നത് ഇതാണ്. ഞാനത് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു. അതിന്റെ നിങ്ങൾക്ക് വായിക്കാനുള്ളവർക്ക് സമാധാനത്തിൽ വായിക്കാം. എങ്കിലും ഞാനത് കൃത്യമായി ചില കാര്യങ്ങൾ അത് പറയാം. വനിതാ ശിശു വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ഇത് 25 ഉത്തരവ് നമ്പർ 25/5/2026 കഴിഞ്ഞ മാസം വന്നതാണ്. കഴിഞ്ഞ മാസം വന്ന ഉത്തരവാണ് 25. കഴിഞ്ഞ മാസം 25-ാം തീയതി വന്നതാണ് ഉത്തരവാണ്. ഇന്ന് ഇപ്പൊ 1-ാം തീയതി കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ മാസം, ഒരു മാസമായിട്ടുള്ള 30 ദിവസത്തിന് മുമ്പ് വന്ന റിപ്പോർട്ടാണ്. വനിതാ ശിശു വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ സംയോജിത ശിശു വികസന സേവന പദ്ധതി സക്ഷം അങ്കണവാടി പോഷൺ അഭിയാൻ 2.0 അബ്രല്ല പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള SNS ഫ്ലാഷ് ഷെഡ്യൂൾ മുഖേന നടപ്പിലാക്കുന്നതിന് പരാമർശം കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആയതിന്റെ അടിസ്ഥാനത്തിൽ 2025-26 സാമ്പത്തിക വർഷം മുതൽ സക്ഷം അംഗനവാടി ആൻഡ് പോഷൺ അഭിയാൻ 2.0 അംബ്രല്ല പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ അംഗനവാടി സർവീസസ് KL 247 പദ്ധതിക്കായി RBIയിൽ അക്കൗണ്ട് നമ്പർ 0158570218 ആരംഭിക്കുകയും SNS ഫ്ലാഷ് മൊഡ്യൂളിൽ പദ്ധതി മാപ്പ് ചെയ്തിട്ടുമുണ്ട്. 2026-27 സാമ്പത്തിക വർഷം അംഗനവാടി സർവീസസ് പദ്ധതിയുടെ ഒന്നാം ഘട്ട കേന്ദ്ര റിലീസായി 1790 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടുള്ള ടോക്കൺ മദർ സാങ്ഷൻ പ്രകാരം ബ്രാക്കറ്റിൽ 2 ലഭ്യമായിട്ടുണ്ട്. അതായത്
1790 കോടി രൂപ 2026-27 സാമ്പത്തിക വർഷം ഇവിടേക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ 2026-27 സാമ്പത്തിക വർഷം 22-35-02-102-18-02 എന്ന ശീർഷകത്തിൽ 1380 ലക്ഷം രൂപ 1380 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. 2026 മാർച്ച് മാസത്തെ കേന്ദ്ര വിഹിത ഹോണറേറിയം നൽകുന്നതിനായി 22,35,60,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. നോക്കൂ, കേന്ദ്രാവിഷ്കൃത ഹോണറേറിയം നൽകുന്നതിനായി അനുവദിച്ച് 2026 മാർച്ചിൽ അനുവദിച്ചതാണ്. മാർച്ച് അത് വഹിച്ചാണ് 22,35,60,000 രൂപ. ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ. പരാമർശം 3 പ്രകാരം മദർ സാങ്ഷനായി 3,577.62 ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. വകുപ്പിന് കീഴിൽ 14 ജില്ലകളിലായി പ്രവർത്തിപ്പിക്കുന്ന അംഗനവാടികളിലെ പ്രവർത്തകർക്ക് 2026 ഏപ്രിൽ മാസത്തെ ഹോണറേറിയം 2026 മെയ് മാസം ചെലവഴിക്കുന്നത്. ഏപ്രിൽ മെയ്, ഇത് ജൂൺ മാസം കഴിഞ്ഞ് ജൂലൈ 1 ഇന്ന്. കഴിഞ്ഞ മാസം മെയ് മാസം വരെയുള്ള പൈസ നിങ്ങൾ മനസ്സിലാക്കണം. ഏപ്രിൽ മാസം ഹോണറേറിയം 2026 മെയ് മാസം ചിലവഴിക്കുന്നത് ഇനത്തിൽ 60% കേന്ദ്രവിഹിതം, 40% ആനുപാതിക സംസ്ഥാന വിഹിതവും ചേർത്ത് ആകെ 21,97,32,972 രൂപ 21,97,32,972 രൂപ ജില്ലകളിൽ നിന്ന് ശേഖരിച്ച പ്രകാരം ആവശ്യമുണ്ട്. വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന 14 ജില്ലകളിലെ അംഗനവാടി പ്രവർത്തകർക്ക് ഹോണറേറിയം ഇതിൽ വിതരണം ചെയ്യുന്നതിനായി ഇതാ ആവശ്യമുണ്ട്. ഇപ്പൊ അനുവദിച്ചത് 21 അനുവദിച്ചത് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന 14 ജില്ലകളിലെ അംഗനവാടി പ്രവർത്തകർക്ക് 2026 ഏപ്രിൽ മാസത്തെ ഹോണറേറിയം മെയ് മാസം ചെലവഴിക്കുന്നതിന് വേണ്ടി ഇനത്തിൽ വിതരണം ചെയ്യുന്നതിനായി 21,97,32,972 കോടി രൂപ അതായത് 21,97,32,972 രൂപ അംഗനവാടി സർവീസസ് ജനറൽ പദ്ധതിയിലെ കമ്പോണന്റ് ആയ ഹോണറേറിയം SNA സ്പ്ലാഷ് മൊഡ്യൂൾ മുഖേന അതാത് ജില്ലാ ശിശു വികസന ഓഫീസർമാർക്ക് ചൂട് ചേർക്കും പ്രകാരം അനുവദിച്ചുത്തരവാകുന്നു. ഇനി ഓരോ ജില്ലകൾക്കും കൊടുത്തത് കൃത്യമായിട്ടുണ്ട്. ഞാൻ അത് വിവരിക്കുകയാണെങ്കിൽ വീഡിയോ കൂടുതലായി പോവും. ഞാനിവിടെ പറയുന്നത് അത് ഞാനൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളത് നോക്കൂ. ഇവിടെ എത്ര നുണയാണ് കേന്ദ്ര സർക്കാരിനെതിരെ പ്രചരിപ്പിക്കുന്നത്. എത്ര നുണയാണ് ഇത്. ഒരു പരിധി വേണ്ടേ? ഇത്തരം ആളുകളെ നിയന്ത്രിക്കേണ്ടതില്ലേ? ആരാണ് ഇതിനെതിരെ പ്രതികരിക്കുക? ഇത് വളരെ മോശമായിട്ടുള്ള മാധ്യമ പ്രവർത്തനത്തിന്റെ ഏറ്റവും നീചമായിട്ടുള്ള വശമാണ് ഈ റിപ്പോർട്ടർ ചാനൽ ചെയ്യുന്നത്. ഒരു ദ്രോഹമായിട്ട് മാറിയിരിക്കുന്നു ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയാതെ വയ്യ. ഇതിനെതിരെ ഓരോ മനുഷ്യരും പ്രതികരിക്കണം. മലയാളികളായിട്ടുള്ള ഓരോ മനുഷ്യരും പ്രതികരിക്കണം. ഈ ചാനൽ ഈ നാടിനെ നശിപ്പിക്കുന്നതാണ്, നുണപ്രചരണമാണ് ഈ ചാനലിന്റെ ലക്ഷ്യം എന്ന് മാത്രമാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. കേന്ദ്ര സർക്കാർ കൃത്യമായിട്ടുള്ള നടപടികൾ ഈ ചാനലിനെതിരെ എടുക്കും എന്ന് ആഗ്രഹിക്കുന്നു, ആവശ്യപ്പെടുന്നു. മാത്രമല്ല ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ടുള്ള യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് അതത് മാസങ്ങളിൽ എപ്പോഴാണോ സമർപ്പിക്കേണ്ടത്, എപ്പോഴാണോ സബ്മിറ്റ് ചെയ്യേണ്ടത്, കൃത്യസമയങ്ങളിൽ ഈ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ വരാതെ നോക്കാൻ തയ്യാറാവണം എന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യാതെ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്നത് അപലഷണീയമല്ല എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.